കുക്കി നിന്റെ ഷൂട്ടിംഗ് ഇപ്പോഴും കഴിഞ്ഞില്ലടാ. ഈ വീഡിയോഗ്രാഫറൊക്കെ പറഞ്ഞു വിട്ട് നീ ഇങ്ങോട്ട് വരാൻ നോക്ക്. വേഗം വരാം മമ്മ. ഹളിയ ജങ്കുക്കെ, നിന്റെ മോൻ കുക്കിനെ കണ്ട ട്വിൻസ് ആണെന്നേ പറയൂ. അപ്പനും മോനൊന്നും പറയത്തില്ല. നിന്റെ മോന്റെ കല്യാണമായി, എന്നിട്ട് നിനക്ക് ചെറുപ്പം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്റെ ജീവൻ ഇപ്പോഴുള്ളത് എന്റെ ഭാഗ്യം. ഇതൊരു പെണ്ണാർത്തിക്ക് എത്ര വന്ന് അളിയാ. അല്ലാതെ പിന്നെ ഇവൻ ജനിച്ച് ഇതുപോലെ ആയി തീരുന്ന വരയ്ക്കില്ലെങ്കിൽ എന്റെ പാതി ജീവൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ അനുഭവിച്ചതിന് കയ്യും കണക്കൊന്നുമില്ല എന്റെ അളിയാ. ആലോചിക്കുമ്പോ തന്നെ അത് ഒരു മൊയില് കടിച്ചത്. ശരിയാ, നമുക്ക് അതിനൊരു ദിവസം പിടിച്ച് കറി വെക്കട്ടെ വേണം. ആ മോനെ അറിയാതെ എങ്ങനെ ചെയ്തായിരിക്കും. അതിനെ കറി വയ്ക്കാനൊന്നും പാടില്ല കേട്ടോ കുട്ടൂസേ. ഇല്ലല്ലോ, എന്ത് കുട്ടൂസേ? കൊച്ചിനെ മാറ്റിക്കെടുത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഇവനെ നമുക്ക് മാറ്റിക്കെടുത്താന്ന്. പറഞ്ഞത് ശരി. എല്ലാത്തിനും കാരണം നീ ജങ്കു. ഓ വലുതായി നിനക്ക് അറിഞ്ഞൂടെ? എന്നിട്ട് നീ എന്നെ കാട്ടിക്കൂട്ടിയതല്ല. അതുകൊണ്ട് നിനക്കുള്ള പണിഷ്മെന്റ് നീ ഇനി മുതൽ ഹാളിൽ കിടന്നാൽ മതി. കുട്ടീസ് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ബെഡിൽ കുറച്ച് സ്പേസ് എങ്കിലും കിട്ടും. ഇന്നു മുതൽ കൊതുകടി കൊള്ളണം. എത്ര ചെയ്താലും ഈ പണിയൊന്നും തീരുന്നില്ലല്ലോ. ഇനി എപ്പോ ഇവിടുന്ന് ഇറങ്ങാനാവോ? എന്താ അമ്മേ, അമ്മയ്ക്ക് ഇവിടെ നിക്കണമെന്നില്ലേ? വേഗം ഇവിടുന്ന് പോയാ മതിയെന്നായോ? നിക്കണമെന്നില്ലേന്നോ? എത്ര മാസമായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട്. എനിക്കെന്റെ കുട്ടൂസിനെ കാണാൻ കൊതിയായിടി. ആ ചെറുക്കരവിടെ എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. കുട്ടൂസ് അമ്മേനെ മിസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അമ്മ ഇത്രയും ഓവർ ആക്ടിങ് കഴിഞ്ഞിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ പറയുന്നത് നിനക്ക് ഓവർ ആക്ടിങ് ആയിട്ട് തോന്നത്തുള്ളൂ. നീ അങ്ങനെ തന്നെ വെച്ചേക്ക്. വെക്കേഷനിൽ വരുന്നേ. ഞങ്ങൾ പോകുമ്പോ അച്ഛനും കൂടെയും കൊണ്ടുപോവാം. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് പോര്, നമുക്ക് അവിടെ കൂടാം. അച്ഛന് താല്പര്യമുണ്ടെങ്കിൽ അപ്പം അമ്മയും കൊണ്ടേക്കോളൂ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങള് വരുന്ന കാര്യം ഉറപ്പില്ല. യുങ്കി ചായന് ഓഫീസിൽ കുറച്ച് വർക്ക് ഉണ്ടെന്നാ പറഞ്ഞത്. അമ്മച്ചി മോളും കൂടി എന്താ അവിടെ പരിപാടി? വേറൊന്നുമില്ല ചായ, നമ്മൾ അങ്ങ് പോകുമ്പോഴേ അച്ഛനെ കൊണ്ടുപോവാന്ന് പറഞ്ഞു. ഇവ രണ്ടുപേരോടും വരാൻ പറഞ്ഞപ്പോ യുങ്കിക്ക് ഒഴിവില്ലെന്നാ ഇവള് ഈ പറയുന്നത്. ഫാമിലിക്കൊപ്പമുള്ള ടൈം സ്പെൻഡ് ചെയ്തിട്ട് മതി സമ്പാദിക്കലൊക്കെ. ഈ ഒരു മോന് വേണ്ടി എത്രയവൻ സമ്പാദിച്ചു കൂട്ടുന്നത്. നിന്റെയൊക്കെ ഈ പ്രായത്തിൽ ഞങ്ങൾക്ക് 3 മക്കളാ. എന്നിട്ട് നിന്നെയൊക്കെ ഞങ്ങൾ നോക്കിണ്ടാക്കിയില്ലേ? ഈ ഒരെണ്ണത്തിന് നോക്കാൻ തന്നെ നിങ്ങൾക്ക് സമയവും നേരമൊന്നും ഇല്ലേ? പിന്നെ എന്താനാ? പ്രായമാകുമ്പോഴേ മക്കളെ ഇതിന്റെയൊക്കെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. നല്ല നിമിഷങ്ങൾ കളയാൻ നിൽക്കരുത്. യുങ്കിയോട് ഞാൻ സംസാരിച്ചോളാം. അപ്പം സംസാരിച്ച യുങ്കി ചാൻ എന്തായാലും കേൾക്കും. വർത്താനം പറഞ്ഞ മതി, കഴിക്കാൻ വാ. ഡാഡി മോനും കൂടി സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കാനാണോ പോയിക്കുന്ന? അവിടെ സാധനങ്ങൾ മേടിക്കാനാണോ? അപ്പനമ്മ വരുന്നതിന് മുമ്പ് എല്ലാം ഉണ്ടാക്കണ്ടേ? ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഈ ഫോണൊക്കെ ഇതിനെ കൈപിടിച്ചിരിക്കുന്നാവോ? ചേച്ചി ഞങ്ങൾ വന്നു, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ. എന്ത് പറ്റി ചെങ്കോക്ക് ഇത്ര നേരം? ഇവിടുന്ന് 10 മിനിറ്റ് സൂപ്പർ മാർക്കറ്റ്, അവിടുന്ന് അരമണിക്കൂർ സാധനങ്ങൾ മേടിക്കാം. 1 മണിക്കൂറിൽ വരേണ്ടത് നിങ്ങള് 2-2.5 മണിക്കൂർ എന്ത് ചെയ്യായിരുന്നു? ചുമ്മാ ഞങ്ങള് വെറുതെ ചുറ്റക്കറങ്ങി, അതുകൊണ്ടാ. മമ്മയുടെ കുട്ടൂസ് എന്തെത്ര ആലോചിക്കുന്നേ? കുട്ടൂസ് പറഞ്ഞു ഡാഡിയും മോനും കൂടിയിട്ട് എന്തൊക്കെയൊന്ന് ചെയ്തേ. എവിടെയൊക്കെ പോയി? ഡാഡ് എന്തൊക്കെ കാണിച്ചെന്നോ? അയ്യോ ഏയ് പറയില്ല, ടൈം അടിച്ചല്ലേ. എന്താ കുട്ടീസ ചോദിക്കുന്നത്? ഡാഡിയുടെ ജീവൻ മമ്മയുടെ കയ്യിലാ. മമ്മയാ ഡാഡിയുടെ ജീവൻ. കുട്ടീസ തെറ്റിദ്ധരിച്ചതാ. മുട്ടായി കഴിച്ച് മൊത്തം കയറിയ നിനക്ക് ഡാഡ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. മമ്മയുടെ മോൻ പറയും ഡാഡ എന്താ പറഞ്ഞത്? ഡാഡ പറയാ
നിസാന്റിനെ ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ പറ്റുന്നില്ല. ഡാഡയുടെ ജീവനും ഹൃദയമൊക്കെ നിസാന്റിയുടെ കയ്യിലാണെന്നാ പറഞ്ഞത്. തീർന്ന് അവൻ വെറുതെ പറയാ. ഹൃദയം ജീവൻ അല്ലെങ്കിൽ പിന്നെ ശരീരം മാത്രം എന്തിനാ? എന്തിനാടാ മോനെ? ചുമ്മാ ഒരു മനസ്സുഖം. തേത്തേ നിന്റെ പൊക്കത്ത് നീ എന്റെ വീട്ടുകാർ എനിക്ക് അപ്പഴേ വാണിങ് തന്നതാ, നിന്നെ പോലെ ഒരു കാട്ടുകോയോടൊപ്പം ഇറങ്ങി തിരിക്കരുതെന്ന്. അതിന് അവരുടെ വാക്കൊന്നും കേൾക്കാതെ നിന്നെ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ച് എന്നെ വേണം പറയാൻ, എന്നെ വേണം ചെരുപ്പാൽ അടിക്കാൻ വേണ്ടിയിട്ട്. നീ എനിക്ക് മാത്രമല്ല ജീവൻ തന്നിരിക്കുന്നത്, എല്ലാവർക്കും നിന്റെ ജീവൻ പാകം വെച്ച് കൊടുത്തിരിക്കുകയാണല്ലേ. ഇനി നിന്റെ ശരീരം മാത്രം എന്തിനാണ് അങ്ങനെ ഒന്നിച്ചിരിക്കുന്നത്? അതോ അങ്ങ് ഭാഗം വെച്ചേക്ക ഞാൻ. അയ്യോ അങ്ങനെയൊന്നും പറയരുത്, നീ ദിവ്യായിപ്പോ. എനിക്കിനിയും ജീവിക്കാനുള്ളതാ, നിന്റെ കയ്യിൽ ഞാൻ പെടില്ല. ആര് നിന്നെ കൊല്ലുന്നു? കൊല്ലാതെ കൊല്ലൂടാ നിന്നെ ഞാൻ, കാട്ടു കോഴി. ഓടി നിന്നെ ഓടിച്ചിട്ട് അടിക്കും ഞാൻ, നിന്നോടെ. അയ്യടാ നിന്ന് അടിപൊളി, എനിക്ക് വട്ടല്ലേ, എന്നെ നിനക്ക് കിട്ടില്ലടി. അവിടെ നിന്നോ കുട്ടൂസി, മമ്മ ഇപ്പൊ വരാട്ടോ. ഓക്കേ മമ്മ. പാവം ഡാഡ എന്നെ മാറ്റിക്കിടത്താൻ നോക്കിയതല്ലേ, ഇനി ഡാഡ ഒരാഴ്ച മാറിക്കിടക്ക്. എന്റെ ജീവൻ ഞാൻ ആർക്കും കൊടുക്കൂല, മതി തല്ലരുത്. കൊടുക്കാതിരുന്ന നിനക്ക് നിന്ന്. അപ്പയും അമ്മയും വരാറായി, മര്യാദയ്ക്ക് എണീറ്റ് ഇവിടേക്ക് വൃത്തിയാക്കാൻ നോക്ക്. ആകെ മെസ്സി ആയിട്ട് അവിടെ കിടക്കുന്നത്. എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവതില്ല എനിക്ക്. ഞാൻ എങ്ങനെയാ? മറുപടി ഒന്നും ഇല്ലല്ലോ. ഞാൻ എടുത്തോളാം, എല്ലാം ഞാൻ വൃത്തിയാക്കിക്കോളാം ചേച്ചി. ദാറ്റ്സ് മൈ ബോയ്. ആ ഇതെന്തിനപ്പത്തേ? എന്റെ മോ, നിന്റെ ജീവന് പകർത്തു പോവാതിരിക്കാൻ വേണ്ടി ഒരു മുദ്ര പതിപ്പിച്ചതാ. പിന്നെ ഒരു മാസത്തേക്ക് ഹാളിൽ തന്നെ കിടന്നാ മതി. എന്താ ചെക്കി മോനെ നിനക്കൊരു ക്ഷീണം? അമ്മച്ചി പോയതിനു ശേഷം നീ ഫുഡൊന്നും കഴിക്കില്ലല്ലേ കുട്ടിയെ? അമ്മച്ചിനെ ഒരുപാട് മിസ് ചെയ്തു, അതാ ഞാൻ ഇങ്ങനെ ക്ഷീണിച്ച്. ആര് മിസ് ചെയ്തെന്ന്? ഞാൻ മിസ് ചെയ്തെന്ന് ഊണോർക്കൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. അത് കയ്യിലിരിപ്പുണ്ടോ? അമ്മച്ചി യോഗിച്ചാനും ജിമ്മി വന്നില്ലേ? അവനെ എപ്പ നോക്കിയാലും തിരക്ക് മാത്രമേ ഉള്ളൂ. എന്തായാലും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇച്ചായും സംസാരിച്ചിട്ടുണ്ട് അവന്റെ അടുത്ത്. എന്റെ കുട്ടൂസ് എവിടെ? ഗ്രേൻമ, ഞാനിവിടെ ഉണ്ട്. അച്ചാമ്മേ, എന്താണ് പിന്നെ സുഖല്ലേ നിനക്ക്? എത്ര നാളായി കണ്ടിട്ട്? കുട്ടൂസേ, അച്ഛന്ന് വിളിച്ചാ മതി. എന്തിനാ അച്ചാമ്മന്നൊക്കെ വിളിക്കുന്നേ? സ്കൂളിൽ തന്നെ എല്ലാവരും എന്നെ കളിയാക്കും. എനിക്ക് ഇഷ്ടമല്ല ഈ പേര്. കർത്താവ് അങ്ങനൊന്നും പറയില്ല കൊച്ചേ, എന്റെ അമ്മച്ചിയുടെ പേരാണത്. എന്റെ അമ്മച്ചി മരിച്ചപ്പോ ഞാൻ ആഗ്രഹിച്ചതാ, ഇനി ഉണ്ടാവുന്ന ഒരു പെങ്കൊച്ചിന് എന്റെ അമ്മച്ചിയുടെ പേര് ഇടുന്നു. കാത്തിരുന്ന് കിട്ടിയതാ നിന്നെ. അമ്മച്ചിയുടെ പേരാണെങ്കിൽ അത് എന്റെ മമ്മയ്ക്ക് ഇട്ടാ മതിയായിരുന്നില്ലേ? എനിക്കെന്തിനാട്ടെ? നിന്റെ മമ്മീനെ പ്രസവിക്കുന്ന സമയത്ത് എന്റെ അമ്മച്ചി ജീവനോടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാടാഞ്ഞത്. സാരില്ല അച്ചു, പോട്ടെ. വലുതായി കഴിഞ്ഞിട്ട് നമുക്ക് ഈ പേര് അങ്ങ് മാറ്റാം. നീ ഇപ്പൊ കിടന്ന് വിഷമിക്കാതെ നമുക്ക് പോയി കളിക്കാം. വാ അച്ചു. ചീനി, എന്റെ അമ്മച്ചിയുടെ പേര് മാറ്റാൻ പോകുന്നൊരു പിള്ളേരാ. ഒന്ന് മോങ്ങാതിരിക്കണ്ട ജൂണേ. നിങ്ങൾ വർത്താനം കേട്ടോ, നിങ്ങളുടെ അമ്മച്ചി ഇപ്പൊ കുഴിയിനെനിക്ക് ഇങ്ങ് വരുമെന്ന് ഈ പേര് മാറ്റുന്ന കേട്ടിട്ട്. ദേ ജൂണേ, ഇത് നിങ്ങളുടെ അമ്മച്ചിയുടെ പേരല്ല, അമ്മച്ചിയുടെ പേരാണെന്ന് എനിക്കറിയാം. ഈ പിള്ളാരെങ്ങാനും ഇതറിഞ്ഞ നിങ്ങളുടെ മൂട്ടിൽ വല്ല അമിട്ടും കൊടുത്ത് പൊട്ടിക്കാവിട്ട അങ്ങനത്തെ സാധനങ്ങളത്. തേത്തി, എനിക്കൊരു കോഫി എടുത്തോ. ജീവനില്ലാത്ത ആൾക്കാർ എന്തിനാ കോഫി കുടിക്കുന്നേ? ഏത് നേരത്താണോ എന്തോ. നിന്റെ ടേബിളിന്റെ മീതെ എത്ര ടാബ്ലറ്റ് അടിക്കുന്ന ജെക്കെ? ഇത് എന്തിന്റെ? നെഞ്ചിടിച്ചിലുണ്ട് അമ്മച്ചി, അതുകൊണ്ട് കഴിക്കുന്ന ഗ്യാസിന്റെ ടാബ്ലറ്റാ, പേടിക്കാനൊന്നുമില്ല. നീ എല്ലാം നെഞ്ചിടിച്ചില് ഗ്യാസിന്റെ എന്ന് പറഞ്ഞ് വെച്ചിരിക്കണ്ട. ഹാർട്ടിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറെ കാണിച്ചേക്ക്. ഹാർട്ടില്ലാത്തവർക്കും ഹാർട്ടിന്റെ വേദനയൊക്കെ വരും. അതെന്ത് മറിമായാണോ? അതെന്താണ് ചേച്ചി അവൾ അങ്ങനെ പറഞ്ഞേ? പറഞ്ഞ് ഇപ്പോഴെങ്കിലും രണ്ടാളിപ്പോ എത്തിയല്ലോ.
അയ്യോ, എന്റെ കുട്ടൂസിന് ഇത് എന്ത് പറ്റി? ഉച്ച കഴിഞ്ഞപ്പോ തൊട്ട് സൈലന്റ് ആണല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഗ്രാൻഡ് മോഡ് പറയും. മമ്മ, എനിക്കൊരു കാര്യം ചോദിക്കണം. വല്ല കൊനഷ്ടമായിരിക്കും. കുട്ടൂസിന് എന്താ ചോദിക്കാനുള്ളേ? മമ്മ, ഞാൻ സ്കൂളിൽ പോകുമ്പോ എന്റെ കൂട്ടുകാരൊക്കെ എപ്പോഴും ഒരു അനിയൻ അനിയത്തെ കുറിച്ച് പറയുമ്പോ എനിക്ക് എത്ര വിഷമമുണ്ടെന്ന് അറിയോ? എനിക്ക് എന്താ അനിയൻ അനിയത്തി ഇല്ലാത്തെ? ഞാൻ ഒന്ന് കളിക്കാൻ പോയപ്പോഴും അവിടുത്തെ കുട്ടികളൊക്കെ അവരുടെ അനിയൻ അനിയത്തിയും കൂട്ടിയിട്ടാ വന്നിട്ടുണ്ടായിരുന്നത്. കുട്ടൂസിന് അനിയത്തിയായിട്ട് അച്ഛല്ലേ? അച്ഛന്റെ കുട്ടിയല്ലേ മോൻ പോയത്? അച്ഛൻ എന്റെ ആന്റിയുടെ മോളല്ലേ, മമ്മിയുടെ ടമ്മീന്ന് വന്നതല്ലല്ലോ. എനിക്കും വേണം അനിയൻ അനിയത്തി. മമ്മയുടെ കുട്ടി മൊയിലും കുഞ്ഞി. മമ്മയ്ക്കും ഡാഡിക്കും പൊന്നി മൊയിലും കുഞ്ഞിനെ മാത്രമേ സ്നേഹിക്കുന്ന താല്പര്യമുള്ളൂ. വേറെ ആർക്കും ഞങ്ങളുടെ സ്നേഹം പങ്കിട്ട് പോകാൻ താല്പര്യമില്ല. അല്ലാതെ അവൻ നിന്നെ വിട്ട് മാറിക്കിടക്കാഞ്ഞിട്ടല്ല. ജയിക്ക്, കൊച്ചു ജയിക്ക്, നീ ഇതെന്തൊക്കെയാ പറയുന്നേ? മമ്മ, എനിക്കും വേണം അനിയൻ അനിയത്തിയും. എന്റെ മോലും കുഞ്ഞിന് എത്ര അനിയനും അനിയത്തി വേണമെങ്കിലും ഡാഡി ശരിയാക്കി തരാം. ഇനി മുതലേ ഗ്രാൻഡ് ഗ്രാൻഡ്പടൊപ്പം കിടന്നാ മതി. അത് പറ്റൂല. അതെന്താ പറ്റായേക്കാം? അപ്പൊ അനിയൻ അനിയത്തിയും വേണ്ടേ? അപ്പൊ ഡാഡിക്ക് അനിയൻ അനിയത്തി വേണ്ടേ? എനിക്ക് അനിയനും അനിയത്തി വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ മോലും കുഞ്ഞ്. കഴിഞ്ഞ പ്രാവശ്യം ഗ്രാൻഡ് ഗ്രാൻഡ്പടൊപ്പം കിടക്കാൻ പോയപ്പോ ഗ്രാൻഡ് പറഞ്ഞല്ലോ ഡാഡിക്കും വേണം അനിയൻ അനിയത്തിയും, അതുകൊണ്ട് ഡാഡിയുടെ മമ്മിയുടെ ഒപ്പം പോയി കിടക്കാൻ പറഞ്ഞു. ഡാടാ, മോയിലും കുഞ്ഞിന് അനിയനും അനിയത്തിയും വേണ്ടേ? ഡാഡ തരാം. അതിന് ഗ്രാൻഡ് ഗ്രാൻഡ്പടൊപ്പം തന്നെ കിടന്നാ മതി. എനിക്ക് ഇനി അനിയനും അനിയത്തിയും വേണ്ട. ഒന്നുള്ളതിനെ സഹിക്കാൻ വയ്യ. ഡാടാ, വലിയ മോനെ, എന്തുവാടാ? അതിനേക്ക് എന്തിനാടാ എന്നെ വിളിച്ചുണ്ടാക്കുന്നേ? നിന്നെ ഞാൻ വലിക്കുന്നില്ലേ, നീ അവിടെ തന്നെ ഇരുന്നോ. എനിക്ക് കിട്ടിയ അവസരം ഞാൻ മുതലാക്കാൻ നോക്കട്ടെ, ഇല്ലെങ്കിൽ അതെനിക്ക് നഷ്ടപ്പെടും. ഡാഡാ, മര്യാദയ്ക്ക് ഇന്ന് അവൻ അവിടെ കിടത്തിക്കോണം. എനിക്ക് അനിയനും അനിയത്തിയും വേണ്ട. ഡാഡാ, ഞാൻ മാറിക്കഴിഞ്ഞ എങ്ങനെയാ എനിക്ക് അനിയൻ അനിയത്തി ഉണ്ടാവുന്നേ? ആ ബെസ്റ്റ്. എന്റെ കൊച്ചു ഉറങ്ങിയത് നന്നായി, ഇല്ലെങ്കിൽ അവള് ഇതുപോലത്തെ ഓരോന്നും ചോദിച്ചു വന്നേനെ. അത് ഡാഡി ഒരു മന്ത്രമൊക്കെ ചൊല്ലിയിട്ട് വരുത്തിക്കും. ആ സമയത്ത് കുട്ടികൾ അവിടെ പാടില്ല, അതുകൊണ്ടാ. എന്നാ ശരി. പക്ഷെ ഡാഡാ മമ്മേനെ കെട്ടിപ്പിടിക്കാനോ കിസ് ചെയ്യാനൊന്നും പാടില്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ മന്ത്രം തന്നെ ചൊല്ലേണ്ടി വരും. ഈ രണ്ടെണ്ണു ജങ്കു ഉറങ്ങാറായില്ലേ? എന്താ അമ്മച്ചി ഡാഡി വന്നതിന് ശേഷം നീ എന്നെ റൂമിൽ തന്നെ കയറ്റിയത്. തേതേ, അവര് വന്നിട്ട് കുറച്ച് നാള്. പക്ഷെ ഇതുവരെയായിട്ട് നമ്മൾ തമ്മിൽ ഒന്ന് ഒരുമിച്ച്. ഇപ്പോ നമ്മുടെ മൊയിലും കുഞ്ഞിന്റെ ആഗ്രഹവും എന്റെ ആഗ്രഹവും ഒന്നാണ് തേത്തേ. വല്ലാത്ത ആഗ്രഹമാണോ? കയ്യിൽ തന്നെ അങ്ങ് വെച്ചാ മതി. ഒന്നാമത് ജീവനും ഹൃദയവും ഇല്ലാത്ത ഒരാളുടെ ഒപ്പം എങ്ങനെയാ? എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല. എനിക്ക് ഉറക്കം വരുന്നു. എന്റെ അടുത്തേക്ക് എങ്ങാനും വന്നാ തീർന്നു നിങ്ങള്. സഹിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. തേജസ്വിനി, നിൽക്കണോ ഇവിടെ? ആ, എന്താ വേണം? ഇതിന്റെ നോട്ട് ഇത്ര ശരിയല്ലല്ലോ. നിന്നെ തന്നെ വേണ്ടത്. കുട്ടൂസേ, എന്താ പറ്റി കുട്ടൂസേ? എന്തിനാ കരയുന്നേ? വാവേ, പറയെന്തെങ്കിലും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ പോലും പറഞ്ഞോ? എന്തായാലും എല്ലാം കഴിഞ്ഞിട്ടാവും വന്നത്. ജങ്കു, കൊച്ചിവിടെ കരഞ്ഞോണ്ടിരിക്കുമ്പോഴാണോ? എന്തിനാ കുട്ടീസൊക്കെ അറിയുന്നേ? ഡാഡിയുടെ മോലും കുഞ്ഞ് എന്തു പറ്റി? മമ്മ, ഗ്രാൻഡ്മേടും ഗ്രാൻഡ്പേടും നടക്കാൻ ഞാൻ കിടന്നെ. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ ഞാൻ ആ മുക്കില് കിടക്കുക. ഗ്രാൻഡ്പയും ഗ്രാൻഡ്മയും കെട്ടിപ്പിടിച്ച് കിടക്കുക. ഞാനിങ്ങ് പോന്നു മമ്മ. സാരമില്ല കുട്ടൂസേ, ഡാഡിയുടെയും മമ്മിയുടെയും നടുക്ക് വന്ന് കിടന്നുറങ്ങട്ടോ. വരൂ. നീ എന്താണ് ഇങ്ങനെ നോക്കുന്നത്? ഓൾറെഡി പൊന്നിമോടി സ്വഭാവം എന്റെ കൊച്ചിന് കിട്ടാതിരുന്നാ മതി. അവനെങ്ങനെ തന്നെ? ഞാനെങ്ങനെ ഇവിടെ വന്നേ? വീടാ ഭൂതാണല്ലേ? അത് ഞാൻ വെറുതെ വിടത്തില്ല. മമ്മി, ഗ്രാൻഡ്മ. കുട്ടൂസേ, എന്താ
എന്ത് പറ്റി? എഴുന്നോട്ടായിരുന്ന ദേഷ്യം. ഗ്രാൻഡ്മയുടെ കുട്ടൂസ് എന്തിനു ഇങ്ങനെ കിടന്ന് വിളിക്കുന്നേ? എന്താ രാവിലെപ്പിക്ക് വിശപ്പ് തുടങ്ങിയോ? എനിക്ക് വിശക്കുന്നൊന്നുമില്ല. എനിക്കൊരു വടി വേണം. ആ രാത്രി ഭൂതത്തിനെ ഞാൻ ഇന്ന് അടിച്ച് ശരിയാക്കും. രാത്രി ഭൂതോ? അതെന്താ? അയ്യോ, അത് വല്ല സ്വപ്നം കണ്ടതായിരിക്കും അമ്മച്ചി അവൻ. അതാണോ കാര്യം? രാത്രി കാർട്ടൂണൊക്കെ കണ്ട് കിടക്കാതെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കൂടെ കുട്ടിയെ നിനക്ക്? സ്വപ്നം കണ്ടതൊന്നല്ല. രാത്രി മമ്മിയുടെ ഡാഡിയുടെ നട കിടക്കുന്ന ഒന്നെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ മമ്മിയുടെ അപ്പുറത്ത് അല്ലെങ്കിൽ ഡാഡിയുടെ അപ്പുറത്ത് അല്ലെങ്കിൽ താഴത്തോ അല്ലെങ്കിൽ സോഫയിലാണ് കിടക്കുന്നത്. അപ്പൊ ഡാഡി എന്റെ അടുത്ത് പറയുന്നത് രാത്രി ഭൂതം വന്നിട്ട് എന്നെ മാറ്റി കിടത്തുന്നതാണെന്ന്. ചെങ്കു, എന്താണ് അതൊക്കെ? ഞാൻ എന്ത് ചെയ്യാനാ? ചെറുപ്പത്തിൽ എനിക്ക് സംഭവിച്ചപ്പോ ഡാഡി എനിക്ക് പറഞ്ഞെന്ന കഥ ഞാൻ അവന് പറഞ്ഞു കൊടുത്തു. അത് ഇപ്പൊ ഉപകാരപ്പെട്ടു. ഈ അച്ഛനും മോനും കൊണ്ട് ഞാൻ തോറ്റല്ലോ. മുന്നേ തന്നെ ഈ ഭൂതം ഇവിടെ തന്നെ ഉണ്ടോ? ഇവിടെ മാത്രല്ല, എല്ലാ വീട്ടിലും ഇതുപോലത്തെ ഭൂതങ്ങൾ ഉണ്ടടാ. ഈ ഡാഡ് ഭൂതം കാരണം കുട്ടികളല്ലേ കഷ്ടപ്പെടുന്നത്. എന്റെ കുട്ടൂസിനെ വിഷമിച്ച് ദേഷ്യം പിടിപ്പിച്ച ഭൂതത്തിന് ഒരു പണി കൊടുക്കണം, ഒരു പനിഷ്മെന്റ്. ഇനി ഒരിക്കലും നമ്മുടെ റൂമിലേക്ക് വരാത്ത രീതിയിൽ. അപ്പൊ ഇനി മുതൽ ഞാൻ പുറത്തോ? ഇവൻ ജനിച്ച പോലെ എനിക്കിവിടെ ഒരു വാല്യൂ ഇല്ലാതായല്ലോ. രാത്രി ഭൂതം ഡാഡി കള്ളക്കളി എന്നോടാ, ഈ കുക്കി മോനോട്. ഡാഡിക്കുള്ള പണി ഞാൻ തരുന്നുണ്ട് ഡാഡി. ആരും കാണുന്നില്ലല്ലോ അല്ലേ? പതിയെ പോവാം. അവളെക്കാരും കണ്ട എന്റെ ജീവൻ എടുക്കും. രാത്രി ഭൂതമേ, ശരിയാക്കി തരാം. എനിക്കുള്ള അവസരം വന്നല്ലോ. ഇത്ര നാളെ ഇങ്ങനെ സുഖിച്ചിരുന്ന് കഴിച്ചിട്ട് ഡാഡി കണ്ട ഡാഡിയും ചോദിക്കും, ആരും കാണാതെ. ഓ ഡാഡാ, എന്നാ വിടുത്തെ? എനിക്ക് ഓർക്കം വരുന്നത് ഞാൻ ഉറക്കി തരാതെ. ഞാൻ ഇങ്ങ് വാ. പാലായിരുന്നു വാ കുടിക്കുന്നത്. ജങ്കുക്ക്. wow, so cute. മമ്മിയുടെ പഞ്ചിങ് ബാഗ് എന്തായാലും കൊള്ളാം. രാത്രി ഭൂതമേ, ഇനി രാത്രി നിനക്ക് ഉറക്കമില്ല. So cute. എടാ മനുഷ്യ പേടിച്ചു പോയല്ലോ. നീ എന്താ ഇത്ര നേരത്തെ നീട്ടിയിരിക്കുന്നേ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ചെറുക്ക? ഓ എന്താടാ അത്? അമ്മജി, ഞാൻ നല്ല ഡ്രിങ്ക്സ് ഒന്ന് കഴിച്ചതാ. അവളത് കണ്ടുപിടിച്ചു. 1 lakh ടൈം ഞാൻ ഇനി കഴിക്കില്ലെന്ന് എഴുതാൻ പറ. ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. നന്നായുള്ളൂ. തേജുവിന് ഇതൊന്നും ഇഷ്ടമല്ല നിനക്ക് അറിഞ്ഞൂടെ? എന്നിട്ട് നീ ഓരോന്ന് ചെയ്ത് കൂട്ടുമ്പോഴോ മേടിച്ചു കൂട്ടിക്കോ. 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ ജിമ്മിന്റെ അടുത്തേക്ക് പോകും. യോങ്കി ബിസിനസ് ടൂറിന് വേണ്ടി പോയിക്കാ. അവളും കൊച്ചും മാത്രം അവിടെ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോണം. പോവാൻ താല്പര്യം ഉണ്ടായിട്ടില്ല, വേറെ വഴിയില്ലല്ലോ. എനിക്കറിയാം അമ്മച്ചിക്ക് എന്നെ വിട്ടുവരുന്നത് വിഷമമുള്ളത്. പിന്നെ കോപ്പാണ്. നീ ഇതുപോലത്തെ ഓരോ മണ്ടത്തരം ചെയ്ത് വെച്ച് കഴിഞ്ഞാ അവൾ എന്തെങ്കിലും ചെയ്താലോ? ഞങ്ങള് തിരിച്ചു വരുമ്പോ നീ ജീവനോടെ തന്നെ കാണണടാ. അമ്മച്ചി, പോയി കിടന്ന് ഉറങ്ങടാ. ഇപ്പൊ തന്നെ നിന്നെ കാണുമ്പോ പേടിയാവാ ചെയ്യുന്നത്. എന്താ കുക്കിക്കുട്ട? മമ്മി, എനിക്ക് കല്യാണം കഴിക്കുമ്പോ മമ്മിയെ പോലത്തെ ഒരു പെൺകുട്ടി മതി. ഇപ്പഴും അമ്മ വായു ഉരുട്ടി കൊടുക്കണം. അപ്പഴാ കല്യാണം. അത് മൊട്ടേന്ന് വിരികടെ ചേർക്കാം. പോലെ വളർന്ന അച്ഛൻ ഇപ്പോഴും അച്ഛമ്മ വായിൽ ഉരുട്ടി തരുന്നില്ലേ? പിന്നെ എനിക്ക് തന്നാൽ എന്താ? പിന്നെ ഞാൻ മൊട്ടേന്ന് വിരിഞ്ഞിട്ട് എന്നെ പെണ്ണ് കെട്ടുന്നുള്ളൂ. എന്റെ അമ്മയ്ക്ക് ഇപ്പഴും ഞാൻ കുട്ടിയാടാ. പിന്നെ നീ മൊട്ടേന്ന് വിരിഞ്ഞാലും വിരിഞ്ഞില്ലെങ്കിലും എന്റെ ഭാര്യയെ പോലെ ഒരു പെണ്ണെ നിനക്ക് കിട്ടാൻ പോകുന്നില്ലടാ. അയ്യേ എന്താ ജങ്കു, അവൻ കൊച്ചല്ല. അവനോട് വീണ്ടും അമ്മ, ഡാഡി നോക്കിക്കോ. ഞാൻ എന്റെ മമ്മിയെ പോലെ ഒരു പെങ്കൊച്ചിനെ കൊണ്ടേ വരൂ. അപ്പൊ ഡാഡിനെ ഞാൻ ജങ്കുക്കെന്ന് വിളിച്ചിരിക്കും. ഡാഡി എന്നെ ഡാഡാന്നു. 1ാം ക്ലാസ്സിലായിട്ടുള്ളൂ. എന്റെ മോനായി പോയി. ഇല്ലെങ്കിൽ ഞാൻ ഇതിനെ നിങ്ങളുടെ മോനാ, അതന്നെ അവന്റെ കുഴപ്പം. തേയോ? എന്റെ തേയ ചെറുതായോ? ഇത് ഏതാടേ കൊച്ച്? നല്ല ഭംഗിയുള്ള കുട്ടി. ഏയാ, നിന്റെ അച്ഛനെ പറ്റി വലിയ കയ്യബദ്ധം. പിള്ളേരെ നിനക്ക് നോക്കില്ല ഞാൻ. ഒന്ന് വെച്ചെന്നാലുണ്ടല്ലോ. ചുമ്മാ പറഞ്ഞിട്ടാ. ഇവന്റെ അനിയത്തി പോലെ ഇരിക്കുന്നു. ജങ്കുക്കിന്റെ അനിയത്തില്ല, ജങ്കുക്കിന്റെ മരുമോളാ. ഇതിനെ ഞാനിപ്പോ ഡാഡാന്നും വിളിക്കണം. അച്ഛന്റെ മോൻ തന്നെ. 6-7 വയസ്സായിട്ട് ആ ചെക്കന് അവൻ ഒരു പെണ്ണിനും കൊണ്ട് വന്നിരിക്കുന്നു. അപ്പുറത്തെ വീട്ടിലത്തെ നെയ്ബറാ പുതിയതായിട്ട് വന്നത്. ആ പെങ്കൊച്ചിനെ വളച്ചെടുത്ത്. പക്ഷെ ആ കൊച്ചെങ്ങനെ നിന്റെ പോലെ ഇരിക്കുന്നത്? അതെനിക്ക് മനസ്സിലാവാത്ത തേച്ചു. ചെങ്കുക്കെ, ഇന്ന് റൂട്ട് മാപ്പിട്ട് എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിള്ളേരെ മുന്നേ എന്റെ അച്ഛനെ പറഞ്ഞ മാറിയുണ്ടല്ലോ. അങ്ങേരെ അമേരിക്കയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടിട്ടാ അവിടെ പോയിട്ട് നിന്റെ അന്തിയുള്ള കോഴിത്തരല്ല കാണിക്കുന്നത്.
അത് ഞാൻ പറഞ്ഞില്ലല്ലോ, നീ ദേഷ്യപ്പെടാതെ. നമുക്ക് നാളെ ഒരു ടൂറ് പോവാം. കുക്കി കൊച്ചിന് എനിക്ക് പണി തന്ന് വെയ്യാതെ ക്ഷീണിച്ചിട്ടുണ്ടാവും പാവം. അവനൊരു എൻജോയ്മെന്റ് ആവും. നമുക്ക് പാർക്കിലൊക്കെ ഒന്ന് പോവാം. നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ കൂൾ ഡൗൺ ആയിരി. കുട്ടൂസ് ഇങ്ങോട്ട് നോക്ക്, ഡാഡി അടുത്തേക്ക് ചെല്ല്. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. മഴയും വേനലും മഞ്ഞും എല്ലാം വന്നുപോയി. പക്ഷേ കുടിച്ച് നിനക്ക് ഉറക്കൊന്നും വരുന്നില്ലേ? നിനക്ക് വേണ്ടി ഒരു റൂം ഞാൻ പണിതിട്ടിട്ടുണ്ട് നിന്റെ ഇഷ്ടത്തിന്. പക്ഷെ അതിലൊരു ദിവസം പോലും നീ കിടന്നുറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഡാഡിക്ക് എന്താ പ്രശ്നം? ഡാഡിക്ക് ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കൂടെ? ഞാൻ ഡാഡിയുടെ ഉറക്കം കളയാൻ എങ്ങാനും വരുന്നുണ്ടോ? ഡാഡി ഇതിന് എന്നെ വില ശല്യപ്പെടുത്തുന്നേ? കുട്ടൂസ്, നീ ഇപ്പൊ ചെറിയ കുട്ടിയല്ല, നിനക്കൊരു പ്രൈവസി വേണ്ടേ? നീ 10 എക്സാം കഴിഞ്ഞിട്ട് ഇരിക്കുവല്ലേ, വലിയ ചെറുക്കനായി. അതുകൊണ്ട് നിങ്ങളുടെ നടക്ക് കയറി കിടക്കാതെ ഞാൻ വേറെ ബെഡ് ഇട്ട് ഇവിടെ കിടക്കുന്ന ഡാഡ് എനിക്ക് മാമയോടൊപ്പം കിടന്നാൽ ഉറക്കം വരുമെന്ന് അറിഞ്ഞൂടെ? പിന്നെ എനിക്ക് പ്രൈവസി വേണ്ട. പക്ഷെ എനിക്ക് പ്രൈവസി ആണല്ലോ. അതായിരുന്നോ ഡാഡിയുടെ പ്രോബ്ലം? എന്നത് പറഞ്ഞ മതിയായിരുന്നില്ലേ? ഇത്ര വളഞ്ഞൊക്കെ മൂക്ക് പിടിക്കുന്ന കാര്യം എന്തോ? ഞാൻ മമ്മയും കൂടി എന്റെ റൂമിൽ പോയി കിടന്നോളാം. ഡാഡിക്ക് ഡാഡിയുടെ പ്രൈവസി കിട്ടുമല്ലോ. എനിക്ക് പ്രൈവസി വേണ്ട, നീ ഇവിടെ തന്നെ കിടന്നോ, എവിടേക്കും പോണ്ട. വേണി ഞാൻ നടുക്കി കയറി കിടക്ക്. എത്ര കാലം കറുത്തവേത്. നീ എന്താടാ അവിടെ ഇരിക്കുന്നേ? നീ നിന്റെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാനെവിടെയാ കിടക്കുന്നേ? 2 ദിവസം കഴിഞ്ഞ നിന്റെ കല്യാണാടാ. മാറിപ്പോയി കിടക്കടാ. കെട്ട് കഴിഞ്ഞാലും നിന്റെ പെണ്ണിനെ കൊണ്ട് ഞങ്ങളുടെ റൂമിൽ തന്നെ വന്ന് കിടക്കൂ. നീ നാണല്ലേ? പോടാ. കെട്ട് കഴിഞ്ഞാൽ പറ്റില്ലല്ലോ, അതുകൊണ്ട് അതുവരെക്കെങ്കിലും ഞാൻ എന്റെ ഡാഡിയുടെ മമ്മിയുടെ ഒപ്പം തന്നെ കിടക്കും. പോട്ടാളിയ. ഇനിയൊരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ അവൻ ആ പെണ്ണിന്റെ കയ്യിൽ മിന്നി കിട്ടും. പിന്നെ അവനായി ആ പെങ്കൊച്ചായി. ഒരൊറ്റ പ്രതീക്ഷയിൽ അളിയ ഞാനിപ്പോ ഇരിക്കുന്നത്. അളിയ, ചടങ്ങ് തുടങ്ങി, നമുക്ക് അങ്ങോട്ട് പോവാം. വാ. ഈ നിമിഷത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്ന്. വേഗം മോതിരം മാറി കെട്ടടാ. അവൻ ആ പെങ്കുച്ചിനെ തന്നെ കിട്ടി. നിന്നെ പോലെയുള്ള ഭാര്യയെ തന്നെ അവന് കിട്ടി. ഇനി നമുക്ക് നമ്മുടെ നിമിഷങ്ങൾ എൻജോയ് ചെയ്യാല്ലേ? ജങ്കുക്കെ വീട്ടിൽ പോയിട്ട് മതിയുടെ അതൊക്കെ. ഇതിപ്പോ ഡാഡയുടെ ആണോ മോന്റെ ആണോ കല്യാണം? ഓടി മമ്മ. അപ്പോ നമുക്ക് പോയാലോ മമ്മ? എങ്ങോട്ടാടാ? നിങ്ങൾ ഹണിമൂണിലല്ലേ പോകുന്നേ? തേജ് ഞാനും കൂടെ വീട്ടിൽ പോവാ. മാരേജ് കഴിഞ്ഞുകൊണ്ട് ഹണിമൂണിന് പോവാൻ തീരുമാനിച്ചപ്പോഴേ ഞാൻ മമ്മയ്ക്കുള്ള ടിക്കറ്റ് കൂടി ബുക്ക് ചെയ്തിട്ടുണ്ട് ഡാഡാ. ഹണിമൂണിന്റെ ടിക്കറ്റ് മമ്മയ്ക്കൊപ്പം എനിക്കില്ല, ഡാഡിക്കില്ല. ഞാനും വീക്കുട്ടിയും മമ്മയും കൂടി മാത്രം. പാവൻ ജങ്കു, എന്തൊക്കെ പ്രതീക്ഷയോട് കൂടി ഇരുന്നതാ, എല്ലാം തീർന്നു. പിന്നെ പിടിച്ചോ ജങ്കു, ഡാഡാ? എന്താ പറ്റി? ഡാഡാ എഴുന്നേക്ക്. ഡാഡാ. ഹലോ എവരിബഡി, എല്ലാരും പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? നമുക്ക് പോവാം. ഇതെന്താ പറ്റി? ഇച്ചായന് ഇതെന്താ പറ്റി? ആരെങ്കിലും ഒന്ന് പറയും, ഇച്ചായന് ഇതെന്താ പറ്റി? അമ്മച്ചി, എന്താ പറ്റിയത് ഇച്ചായന്? കുക്കിമോനും വീകൂട്ടിയും കൂടി ഹണിമൂണിൽ പോകുമ്പോ തേമോളയും കൂടി കൊണ്ടുവന്ന് പറഞ്ഞു കേട്ടെന്ന് ചെക്കന്റെ ബോധം പോയി. ഇതുവരെയായിട്ടും ബോധം വന്നിട്ടനില്ല. അതാണ് കാര്യം. ഇച്ചായ എഴുന്നേക്ക്. കുക്കിമോന്റെയും വീക്കുട്ടിയുടെ ഹണിമൂണിന്റെ ഇപ്പൊ ഇച്ചായന്റെ എടുത്തിയുടെ ഹണിമൂണും കൂടി അവൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. കുക്കിമോന്റെ ഒരു സർപ്രൈസ് തന്നതല്ലേ ഇച്ചായ. ഇത് മുന്നേ പറയണ്ടായിരുന്നോ? എന്റെ ബോധം പോയിട്ടാണോ പറയുന്നേ? അല്ല, 2 റൂമല്ലേ ബുക്ക് ചെയ്തിരിക്കുന്നത്? ഒരു റൂമൊന്നല്ലല്ലോ, 2 റൂം ഇച്ചായ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഐ എം സോ ഹാപ്പി. ഡാഡി, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പയ്ക്ക് അസൂയ, അപ്പയുടെ മുഖം നോക്ക്.